ഇപ്പം ആഗോളതലത്തിലുള്ള യുദ്ധങ്ങളും ഇന്ധന വിലവർധനവും ഉയർന്ന ജീവിത സാഹചര്യവും ഒക്കെ വരുന്ന സമയത്തും നമ്മുടെ ഇന്ത്യയുടെ GDP, അതായത് ആഭ്യന്തര മൊത്ത ഉൽപ്പാദന വളർച്ച വർദ്ധിച്ചിരിക്കുന്നു എന്ന ശ്രദ്ധേയമായ ഒരു വാർത്തയാണ്. അതായത് GDP ഏതാണ്ട് 7.7% ഉയർന്നിരിക്കുകയാണ്. മുൻ വർഷം ഇത് 7.1%. അതുപോലെ തന്നെ ഈ ജനുവരി മുതൽ ഈ യുദ്ധം നടക്കുന്ന ജനുവരി മാർച്ച് കാലയളവിൽ ഈ GDP 7.8%. അതിനൊപ്പം തന്നെ രൂപയുടെ മൂല്യം ഉയർത്താനുള്ള നടപടിക്രമങ്ങളും സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ തന്നെ ഡോളറുമായിട്ട് രൂപയുടെ വിനിമയ മൂല്യം വളരെയധികം മെച്ചപ്പെട്ടു എന്നാണ് പറയുന്നത്. കുറച്ചു കാലമായിട്ട് ഈ ഇന്ത്യയുടെ ഓഹരി വിപണികൾ സത്യം പറഞ്ഞാൽ അത്ര നല്ല പെർഫോമൻസ് അല്ല കാഴ്ചവെക്കുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ അദാനിയുടെ ഷെയറുകളൊക്കെ ഭയങ്കര പ്രതിസന്ധിയിലായിരുന്നു. അദാനിക്ക് അമേരിക്കയിലുള്ള കേസുകൾ, അദാനിക്കെതിരെ വരുന്ന ഒരുപാട് ആരോപണങ്ങൾ. കാര്യം ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഷെയറുകൾ അദാനിയുടെയും അംബാനിയുടെയും ഷെയറുകളായിരിക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ അദാനി എന്ന് പറയുന്ന ബിസിനസ്സുകാരനുണ്ടായ പ്രതിസന്ധികൾ അത് ഇന്ത്യയുടെ ഓഹരി വിപണിയെ വലുതായിട്ട് ബാധിച്ചിരുന്നു. പക്ഷേ അത് ഇപ്പം മാറുകയാണ്. അദാനി അമേരിക്കയിലെ കേസുകളൊക്കെ സെറ്റിൽ ചെയ്യുന്നു, കുറേ അമേരിക്കയിൽ തന്നെ നിക്ഷേപങ്ങൾക്കുള്ള സാധ്യത വരുന്നു. അപ്പോൾ അദാനിയുടെ ഷെയറുകൾക്കുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്ന ഈ ഘട്ടത്തിൽ ഒരു വളരെ ഉചിതമായ കുറേ തീരുമാനങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുകയാണ്. അതിന് വേണമെങ്കിൽ അവർക്ക് നേരത്തെ തന്നെ എടുക്കാമായിരുന്നു. അവർ എടുക്കാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയലിസ്റ്റ് പ്രതിസന്ധിയിലായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അപ്പം ആ സമയത്ത് ഈ തീരുമാനങ്ങൾ എടുത്താൽ അത് വിപണിയിൽ പ്രതിഫലിക്കില്ല. അതുകൊണ്ടായിരിക്കാം RBI കാത്തിരുന്നത്. അപ്പോൾ അദാനിക്കൊരു നല്ല കാലം വരുന്നു. ഇതിന് പിന്നാലെ തന്നെ വിദേശ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് ആകർഷിക്കാനുള്ള ഒരുപാട് നടപടികൾ RBI കൈക്കൊള്ളുന്നു എന്നുള്ളതാണ്. അത് വലിയ പിന്നെ എന്താ നികുതി ഇളവ് കൊടുക്കുന്നു, നികുതി ഇളവ് കൊടുക്കുന്നു, പൂർണ്ണമായി ഒഴിവാക്കുകയാണ്. അതെ. വിദേശ നിക്ഷേപകർക്ക് ഇവിടെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ആദായ നികുതിയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളിലൊക്കെ വലിയ കുറവ് വരുത്തുന്നു. അപ്പോൾ കൂടുതൽ ഓഹരികൾ അല്ലെങ്കിൽ കൂടുതൽ നിക്ഷേപകർ ഇന്ത്യയിലേക്ക് വരും. അങ്ങനെ വന്നാൽ മാത്രമേ ഇന്ത്യയിലെ ഈ കരുതൽ നിക്ഷേപമൊക്കെ കൂടുതൽ വിദേശ നാണ്യം ഇങ്ങോട്ട് വരത്തുള്ളൂ. വിദേശ നാണ്യം വന്ന് നമ്മുടെ കരുതൽ നിക്ഷേപം ഉയർന്നെങ്കിൽ മാത്രമേ ഡോളറുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ വിനിമയ മൂല്യത്തിൽ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. അതെ. അപ്പോൾ ഇതിനകത്ത് ഓർഡിനൻസ് ആണ്, ഓർഡിനൻസ് വന്നിരിക്കുകയാണ്. പാർലമെന്റ് ചേരാത്ത സമയത്ത് 6 ആഴ്ചക്കകം ഇതിന് അംഗീകാരം കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ, അപ്പോൾ ഏപ്രിൽ 1 മുതലാകുമ്പം 6 മാസം മുതൽ 10-ാം മാസം വരെ ഇതിന് മുൻകാല പ്രാബല്യമുണ്ട്. അതിന് മുമ്പ് തൊട്ടടുത്ത സഭാ സമ്മേളനത്തിന് തന്നെ ഇത് അംഗീകാരം നൽകാനുള്ള ഒരു നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം രൂപയുടെ മൂല്യം ഡോളറുമായിട്ട് ബന്ധപ്പെട്ട 56 പൈസ ഉയർന്നു. 56 പൈസ എന്ന് പറഞ്ഞാൽ ചെറിയ വളർച്ച അല്ല, അതൊരു വലിയ ഉയർച്ച തന്നെയാണ്. അപ്പം വിദേശ നിക്ഷേപകരെ നമുക്ക് ഓഹരി വിപണിയിൽ പിടിച്ചു നിർത്താൻ പറ്റിയാൽ ഇനിയും മെച്ചപ്പെടും. ഈ രൂപയുടെ മൂല്യം മെച്ചപ്പെടുമ്പോൾ ഉള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രൂഡ് ഓയിൽ നമ്മൾ ഡോളറിനാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ രൂപ ഇറക്കേണ്ടി വരും. അതേസമയം ഈ മൂല്യം ഉയരുമ്പോൾ അത് കുറയും. നമ്മുടെ പൈസ ചിലവാക്കുന്ന അല്ലെങ്കിൽ നമ്മളതിലുള്ള വിദേശ നാണ്യം കുറച്ച് കൊടുത്താൽ മതി. അതാണ് അതിൻ്റെ ഒരു വിദേശ നാണ്യ നിക്ഷേപം നമുക്ക് പിടിക്കാൻ പറ്റും. അതുകൊണ്ട് രൂപയുടെ മൂല്യം 56 പൈസ ഉയരുക എന്ന് പറയുമ്പോൾ ഈ ക്രൂഡ് ഓയിലൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ നേട്ടം എന്ന് പറഞ്ഞാൽ കോടികളായിരിക്കും ഈ ബിസിനസ്. വിദേശ നാണ്യവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ ഈ കയ്യിലുള്ള ഈ എന്താ പറയുന്നത് വിദേശ നാണ്യ ശേഖരത്തിലാണ് നമുക്ക് വർധനവ്. അത് കുറഞ്ഞ നിരക്കിലെ നമ്മുടെ കയ്യിൽ നിന്ന് അത് ചിലവായി പോവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം ഇതിപ്പം സാമ്പത്തിക വളർച്ച ദുർബലമാകുമെന്ന ഒരു പ്രവചനം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ 2022-23 അടിസ്ഥാന വർഷമായിട്ട് നിശ്ചയിച്ച് പുതിയ സീരീസിലാണ് GDPയുടെ വളർച്ച കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വളർച്ച ഒരു ക്രമാനുഗതമായിരുന്നു. അത് ക്രമാനുഗതമായി കൂടേണ്ടത് സത്യം പറഞ്ഞാൽ മോദി സർക്കാരിന് വളരെ അത്യന്താപേക്ഷിതമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ GDPയുടെ നിരക്ക് കുറയുകയാണ് അല്ലെങ്കിൽ രൂപയുടെ മൂല്യം ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അടുത്ത വർഷമൊക്കെ BJPക്ക് വളരെ നിർണായകമായ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു വികസന കുതിപ്പെല്ലാം തകർന്നു എന്ന തരത്തിലേക്ക് പ്രതിപക്ഷത്തിന് പ്രചരണങ്ങൾ അഴിച്ചുവിടാനും അതിനെ കണക്കുകളിലൂടെ ബോധിപ്പിക്കാനും പറ്റും. അവിടെയാണ് BJPക്ക് ഇപ്പം ഇത് ഇങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇല്ലാത്ത ഒരു സാമ്പത്തിക തിരുത്തൽ നടപടികളാണ്. അതായത് വിദേശ നിക്ഷേപങ്ങൾക്കും പലിശയ്ക്കുമൊക്കെ നികുതി വേണ്ട, അല്ല ആദായ നികുതി വേണ്ട എന്ന് പറയുന്ന തരത്തിലേക്ക് തീരുമാനം എത്തുമ്പം ഇവർക്ക് ഇവിടുന്ന് കിട്ടുന്ന ലാഭം മുഴുക്ക വിദേശത്തുള്ളവർക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
ഇന്ത്യയിലെ നിക്ഷേപകർക്കും ഇന്ത്യയിലെ സാധാരണക്കാരായ നിക്ഷേപകർക്കും ഈ ആനുകൂല്യങ്ങൾ കൊടുക്കണം. ഇതിപ്പം ഒരു വിദേശി വന്നിട്ട് ഇന്ത്യയിൽ നിക്ഷേപിച്ചാൽ ഫുൾ പൈസയും കൊണ്ടുപോകാം. അതെ, ഒരു ഇന്ത്യക്കാരൻ നിക്ഷേപിച്ചാൽ ഇന്ത്യക്കാരന് ടാക്സ് ടാക്സ് ഒക്കെ കൊടുക്കണം. ബാധകമാണ്. അതെ, അവര് ലക്ഷ്യമിടുന്നത് വിദേശ നാണ്യം ആയതുകൊണ്ട് ഇന്ത്യക്കാരൻ ഇന്ത്യയുടെ പൈസയല്ലേ നിക്ഷേപിക്കും. അല്ല, ഞാൻ പറഞ്ഞത് സാധാരണക്കാരനും കൂടെ ഒരു അനുകൂലമാകുന്ന തരത്തിൽ ഒരു മാറ്റം വരുത്തിയാൽ, ചെറിയൊരു മാറ്റമൊക്കെ വരുത്തിയാൽ ഈ പൈസ വിപണിയിൽ തന്നെ ഇറങ്ങും. അതെ, വിപണിയിൽ തന്നെ ഇറങ്ങുകയും അതിന്റെ ഗുണം ഉണ്ടാവുകയും വിലക്കയറ്റം പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധനവില വളരെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് ഏത് ഇന്ധനം, പാചകവാതകമാണെങ്കിലും നമ്മുടെ പെട്രോളും ഡീസലും ഒക്കെ ആണെങ്കിലും ഇതിന് വില ഭയങ്കരമായിട്ട് കൂടിയതിനെ തുടർന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ചെയ്തിരുന്നു. മീനിനൊക്കെ ഇവിടെ വില കൂടി. എന്താണ്? മീൻ ലഭ്യത ഇല്ലാഞ്ഞിട്ടല്ല, ലഭ്യത നന്നായിട്ടുണ്ട്. മത്തി ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഈ. പക്ഷേ വാഹനങ്ങളുടെ ചെലവ്, അതെ, വാഹനം മാത്രമല്ല, ബോട്ടിന്റെ ചെലവ്. ബോട്ടിൽ നമ്മളിപ്പം അവിടേക്ക് പോകുമ്പോൾ കടലിൽ പോയിട്ട് ഇത്ര ദിവസം ഡീസൽ അടിക്കണം. പിന്നെ അവർക്ക് ഫ്രീസർ ഉണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഡീസലിന്റെ പറഞ്ഞാൽ ഡീസലിന്റെ ഒക്കെ വില എനിക്ക് തോന്നുന്നു ഒരു 7-8 രൂപ വരെ കൂടിയിട്ടുണ്ട്. 100 മേളിൽ പോയല്ലോ ഡീസലിന്റെ വില. അതോടുകൂടി ഇതിന്റെ ഒരു കണക്കാക്കിയിട്ട് മത്തിക്കൊക്കെ 380 രൂപ വരെയൊക്കെയാണ് ഒരു കിലോ മത്തിക്ക് വരുന്നത്. മത്തി ഏറ്റവും കൂടുതൽ കേരള തീരത്ത് ലഭ്യമാകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം. ഇനിയിപ്പോൾ ട്രോളിംഗ് കൂടെ നിരോധിക്കുന്നതോടെ ഇത് മൊത്തത്തിലൊരു മാറ്റം ഇതിനകത്ത് വരും. പക്ഷെ ഇതിനിടയ്ക്ക് ഈ പെട്രോൾ വില വർദ്ധിപ്പിച്ചതിനെതിരെ പാർലമെന്റിലെ തന്നെ ഒരു സമിതി രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഈ ഇപ്പൊ തന്നെ അവർ 130 സംതിങ് കോടി എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഇവര് ലാഭമുണ്ടാക്കി. അതായത് പെട്രോൾ വിലയും ഡീസൽ വിലയും കൂട്ടുന്നതിനെ ഞാൻ എതിർക്കുന്ന ഒരാളാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില 60 ആയിരിക്കുമ്പം നമ്മളെ ഇന്ന് $30 അതെ, ഇത്രയും രൂപയ്ക്ക് വർഷങ്ങളായിട്ട് കൂടുതലായിട്ട് ആളുകൾ മേടിച്ചോണ്ടിരുന്നത്. എന്നിട്ട് ഒരു 3 മാസം ഇവരെത്ര കാലം ഈ അധിക ലാഭം ഉണ്ടാക്കിയതാണ്. 3 മാസം കൊണ്ട് ഇവര് പറയാണ് ഞങ്ങൾക്ക് ഇനി പറ്റൂല എന്ന് പറയുന്നത് ശരിയല്ല. എങ്കിലും അതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ ഈ കാലം ഉണ്ടാക്കിയ ലാഭം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇതൊന്ന് വിട്ടുവീഴ്ച ചെയ്യാനാണ് അവർ ആവശ്യപ്പെടുന്നത്. ഞാൻ പറയുന്നത് ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ അതനുസരിച്ച് വില എപ്പോഴും കുറച്ചുകൊണ്ടിരിക്കണം. അതെ, അങ്ങനെ പറഞ്ഞാണ് ഈ പരിപാടി ഏറ്റെടുത്തത്. ഏതാ ഗ്യാസിന്റെ സബ്സിഡി നിർത്തലാക്കിയത് ഓർക്കുന്നില്ലേ? ഇപ്പൊ നമ്മളോട് ഇപ്പൊ ഇവർ പറയുന്നത് നിങ്ങൾക്ക് സബ്സിഡൈസ്ഡ് ഗ്യാസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ നേരത്തെ നമ്മൾ മുൻകൂർ പണം അടച്ച് നമ്മളിത് അവിടെ ചെന്ന് കഴിയുമ്പോൾ തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയിലായിരുന്നു. ഇപ്പൊ നമ്മൾ മേടിക്കുന്നത് എങ്ങനെയാണ്? അവർ പറയുന്ന പൈസ കൊടുത്താണ് ഈ ഗ്യാസ് മേടിക്കുന്നത്. സബ്സിഡി എന്ന് പറഞ്ഞൊരു സാധനം ഭാവനയിൽ മാത്രമാണ്. പക്ഷെ അവർ പറയുന്നത് ഇത് സബ്സിഡൈസ്ഡ് സാധനമാണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ അന്ന് ഇവർ പറഞ്ഞത് എന്താണ്? ഓരോ 1-ാം തീയതിയും വില പുതുക്കും. അല്ലെ മറ്റേന്ന് പറഞ്ഞാൽ ഓരോ ദിവസത്തെ അനുസരിച്ചാണ് പെട്രോളിയം കമ്പനികൾക്ക് വില. അവർ ഒരു ദിവസം 30 പൈസ കൂട്ടുമ്പോൾ ചില ദിവസം 40 പൈസ കുറയ്ക്കും. അങ്ങനെ ഒരു സംവിധാനമാണ്. ഇപ്പോൾ അങ്ങനെ ഒരു സംവിധാനമില്ല. ഇപ്പം വില കൂടുന്ന അനുസരിച്ച് വില കൂടുകയും വില കുറയുന്നതനുസരിച്ച് കുറയ്ക്കുകയും ചെയ്യുന്ന പരിപാടിയില്ല. ഇപ്പോൾ ഒറ്റ പരിപാടിയേ ഉള്ളൂ, വില കൂടുമ്പോൾ. അപ്പോൾ അതായത് പെട്രോൾ വില ഇങ്ങനെ കുതിച്ചു വരുന്ന സമയത്ത് GDPയും കൂടെ ഇടിഞ്ഞു എന്ന് വന്നാൽ അത് സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് ആയുധമാക്കാനുള്ളൊരു ടൂളാണ്. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് തന്നെ അത് പിടിച്ചു നിർത്തുന്നത്. അപ്പം ഈ ഇന്ധനവില കഴിഞ്ഞാൽ ഇത് ഇടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതെ, അതേപോലെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു മധ്യവർഗമാണല്ലോ ഈ ഇലക്ഷൻ. കോമൺ മാൻ എന്ന് പറയുന്നത് മധ്യവർഗമാണ് ഈ ഇലക്ഷൻ പൊളിറ്റിക്സിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ഘടകം. ഇവര് ഈ ഓഹരി നോക്കിയിട്ടൊക്കെയാണ് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നത്. കുറേ കാലം ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് ഇങ്ങനെ കുതിച്ചു വരികയായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരു 6-7 മാസം കൊണ്ട് അത് വളരെ ഫ്ലക്ച്വേറ്റിംഗ് ലെവലിലാണ്. അവിടുന്ന് ഈ കോമൺ മാൻ ഒന്നും പൈസ കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. ഒരുപാട് പേര് ചെറിയ നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അവരെ ഉത്തേജിപ്പിക്കാൻ കൂടി വേണ്ടിയാണ് ഇതെല്ലാം അവർ ചെയ്യുന്നതെന്നുള്ളതാണ്. എന്തായാലും രാജ്യത്തിൻ്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങളിലാണ് കേന്ദ്ര സർക്കാർ. അത് പലതും വിജയത്തിലേക്ക് പോകുന്നു എന്നുള്ളത് നമുക്ക് പൗരന്മാരെന്നുള്ളതിൽ നമുക്ക് ആശ്വസിക്കാം.